ഹായ്, ഞാൻ വൈഗ. ഞാൻ വന്നിരിക്കുന്ന നീലരാത്രി എന്ന് പറയുന്ന പുതിയ സിനിമയുടെ വിശേഷങ്ങൾ പറയാനാണ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഒരാൾക്ക് ഒരു രാത്രിയിൽ സംഭവിക്കുന്ന ഒരു ട്രാജഡി, അതിൻ്റെ ഒരു കഥയാണ്. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു ഡയറക്ടർ ഒരു ബ്ലൂ ലൈറ്റ് അല്ലെങ്കിൽ നീലരാത്രി എന്ന് പറഞ്ഞൊരു പേര് വെച്ചത്. എന്തായാലും എൻ്റെ സജഷൻ അല്ല. ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് ഡയലോഗ്സ് ഇല്ല എന്നുള്ളതാണ്. കാരണം ബാലൻ ചിത്രങ്ങൾക്ക് ശേഷം ചെയ്ത ഒരുപാട് അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് ഈ സിനിമയ്ക്ക്. അതാണ് ഈ സിനിമയിലേക്ക് അട്രാക്ട് ചെയ്ത് കണ്ടത്. അത് അങ്ങനെ പറയാൻ പറ്റില്ല. ചിലപ്പോൾ ലാംഗ്വേജ് ഉണ്ടെങ്കിലും ഞാൻ സിനിമ ചെയ്തേനെ, ഡയലോഗ്സ് ഉണ്ടെങ്കിലും. ഡയറക്ടർ ഒരു ദിവസം പെട്ടെന്ന് വന്നതാണ്. അപ്പം എനിക്ക് തോന്നി ഓക്കെ, നല്ല ഫിലിമായിരിക്കും ചെയ്യാം. പിന്നെ ഓഫ്കോഴ്സ് ഭഗത്തിനെ എല്ലാവർക്കും അറിയാം, ഇത്രയും വർഷമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ചെയ്യുമ്പോൾ അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തോന്നി, അതുകൊണ്ട് ചെയ്തതാണ്. വൈകി ഒരു ക്യാരക്ടർ ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രത്യേകത, അതായത് സിനിമയിൽ കഥാപാത്രം ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കാറുള്ളത്? ഇപ്പോഴാണ് ശ്രദ്ധിച്ചു തുടങ്ങിയത്. ഇപ്പം തോന്നുന്നു നമുക്ക്, അതായത് എൻ്റെ ഒരു സിനിമ കണ്ടിട്ട് ഇറങ്ങിയതിന് ശേഷം എവിടെയായിരുന്നു ആ സിനിമയിൽ നിന്ന് ചോദിക്കാൻ പാടില്ല. അപ്പോൾ അതിനർത്ഥം എന്താ, നമുക്ക് തീരെ ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ക്യാരക്ടർ ആകുമ്പോഴാണ് നമ്മൾ ആൾക്കാർ ശ്രദ്ധിക്കാതെ പോകുന്നതല്ലേ. ഇപ്പം അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സിൽ വന്നിട്ടുണ്ട്. കാരണം സിനിമ കണ്ടു കഴിയുമ്പോൾ വൈകിയ സിനിമയിലുണ്ടായിരുന്നു എന്ന് ചോദിക്കും. അങ്ങനെ ഇവിടെ 100 ദിവസം ഹിറ്റായ സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് വിഷമം തോന്നി. അപ്പം ഞാൻ തോന്നി ഓക്കെ, ഇനി ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ചെറിയൊരു സീനാണെങ്കിലും സിനിമയിൽ ഇമ്പോർട്ടൻസ് വേണമെന്നുള്ളത്, അത്രേ ഉള്ളൂ. അത് അങ്ങനെ കുറെ ഗ്യാപ്പ് എന്ന് പറഞ്ഞു. 1 minute സെക്കൻഡ്, സോറി, എൻ്റെ അതിലൂടെ കുറേ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഒരിടയ്ക്ക് ഗ്യാപ്പ് എടുത്തത് മനഃപൂർവ്വമാണ്, വേണ്ടാന്ന് വെച്ചിട്ട് അഭിനയിക്കാവുന്നതാണ്. പിന്നെ തിരിച്ച് വന്നപ്പോൾ ടെലിവിഷനിലായി പോയി, ടെലിവിഷനിൽ പെട്ടുപോയി. അത് കഴിഞ്ഞ് പിന്നെ നല്ല ഓപ്പർച്യൂണിറ്റീസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് സിനിമകൾ വന്നു. ഇനിയുണ്ട് ഒരു 4-5 സിനിമ, നല്ല സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇറങ്ങാറുണ്ട്. സോ അത് കുറച്ചൊക്കെ ഇപ്പോൾ പുതിയ ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല പുതിയ ആൾക്കാരുടെ ഫിലിംസ് ഒന്നും, എന്നാലും നോക്കിയിട്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫിലിം, ഇപ്പോൾ ഞാൻ ഒരു ഹൊറർ ഫിലിം ചെയ്തിട്ടുണ്ട് അവസാനമായിട്ട്. എനിക്ക് തോന്നി എനിക്ക് നന്നായിട്ട്, ഞാൻ നല്ല പ്രേതം കേട്ടോ, പക്ഷെ അതിനകത്ത് കുറച്ചും കൂടി എന്താ പറയുക, നമ്മൾ പേടിപ്പിക്കുക അല്ലെങ്കിൽ പേടിക്കുക എന്നുള്ളത് കുറച്ച് എക്സ്പ്രസീവ് ആയിട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ ചെയ്തിട്ട് ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനത്തെ ഫിലിംസ് ചെയ്യാനാണ്, എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ കുറച്ചും കൂടി നമുക്ക് നമ്മുടെ ടാലന്റ് പുറത്ത് കാണിക്കണം എന്നുള്ളത്. വൈകി എന്നൊരു ആക്ട്രസിനെ സംബന്ധിച്ച് ഏത് കഥാപാത്രങ്ങൾ, എങ്ങനത്തെ ടൈപ്പ് കഥാപാത്രങ്ങൾ ചെയ്യാനാണ് കൂടുതൽ താല്പര്യം? ഞാൻ അങ്ങനെ ഒരു ബേസിക്, അതായത് നമ്മളിപ്പോൾ ഒരു 100 സിനിമയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, 50 സിനിമ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ഇത് മൈൻഡ് വരുള്ളല്ലോ. ഇപ്പം എന്തോരം ക്യാരക്ടേഴ്സ് ചെയ്യാൻ കിടക്കുന്നു. ഞാൻ ഇതുവരെ ചെയ്തതിൽ എനിക്ക് തോന്നുന്നു ഓർഡിനറി ആണെങ്കിലും ഭയങ്കര ഹോംലി ക്യാരക്ടറായിരുന്നു. മൊയ്തീനിലാണെങ്കിലും പറയുക സിസ്റ്ററായിട്ട് കണ്ടാൽ പോലും തിരിച്ചറിയുന്ന ആൾക്കാർ പറയാറുണ്ട്. സോ അതുകൊണ്ട് ഇപ്പോൾ കുറച്ചും കൂടി മാറി ഒരു ട്രെൻഡ് പിടിച്ച് ക്യാരക്ടേഴ്സാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നതല്ല. ഇപ്പം വൈകിട്ട് നോക്കാൻ ഒരു ഹീറോയിൻ ലുക്കുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ കഥാപാത്രങ്ങൾ ഇച്ചിരി അട്രാക്ട് ചെയ്യുന്നവരെ ഇപ്പോൾ അങ്ങനെയാണ് ഉള്ളത്. വൈകിട്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു, പക്ഷെ അതുപോലത്തെ കഥാപാത്രങ്ങൾ പലപ്പോഴും റീച്ച് ആവുന്നില്ല. ആക്ച്വലി വരുന്നില്ല, എനിക്കും അറിയില്ല. സത്യം എല്ലാവരോടും പറയാനുള്ളതാണ്. ഞാൻ പലരുടെ വിചാരം ഞാൻ കല്യാണം കഴിച്ച് ചെന്നൈ സെറ്റിലായി അല്ലെങ്കിൽ മലയാളത്തിൽ അഭിനയിക്കാൻ താല്പര്യമില്ല, അങ്ങനെയൊക്കെയാണ്. അങ്ങനെയൊന്നും ഒരിക്കലല്ല. എനിക്ക് എന്നെ കാണുമ്പോൾ ഒരു ജാട ലുക്കുണ്ടോ എന്നൊരു സംശയം, ഒരു അഹങ്കാരിയാണെന്നൊരു തോന്നുന്നു. ഒന്നും അല്ല കേട്ടോ. നിങ്ങൾ വിളിച്ച് സംസാരില്ല. എനിക്ക് പലപ്പോഴും വരുന്ന കോൾസൊക്കെ ചില പ്രൊഡ്യൂസേഴ്സ് എന്നെ വിളിച്ചിട്ട് പറയാറുണ്ട്, ഇപ്പോൾ വൈക ഭയങ്കര റെമ്യൂണറേഷൻ ചോദിച്ചു അല്ലെങ്കിൽ ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും അല്ല കേട്ടോ, ഇതൊക്കെ വെറും കുശുമ്പ് പറയുന്നതാണ്. ഞാൻ വളരെ ഫ്രീ ആണ്, എല്ലാവരും പറയും സിനിമകൾ ചെയ്യാം. ഇപ്പോൾ ഈ സിനിമയിലേക്ക് വരുമ്പോൾ തന്നെ ഭഗത്തേട്ടനായിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു, ആ ഒരു കോമ്പോയിൽ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു? ഭഗത്തേട്ടൻ എന്ന് പറയുമ്പോൾ ഒരു നോർമൽ കോമഡി കഥാപാത്രങ്ങളൊക്കെ ചെയ്ത് അങ്ങനത്തെ ഒരു സീരിയസ് ആയിട്ടാണ്. എനിക്ക് തോന്നുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു സിനിമയിൽ ഒരാളുമായിട്ട് കെമിസ്ട്രി വർക്കൗട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നത്. സോ അത് കുഴപ്പമില്ലാതെ ചെയ്തിട്ടും തോന്നുന്നു. വൈകി ഈ സിനിമയിലെ കഥാപാത്രം എന്തായിരുന്നു? കഥാപാത്രം പറയാൻ പറ്റില്ല, സസ്പെൻസ് ആണല്ലേ? സസ്പെൻസ് ആണ്. ഞാൻ കഥാപാത്രം പറയാൻ പിന്നെ കഥ തീർത്തു. അതുകൊണ്ട് പക്ഷെ എന്നിലൂടെയാണ് സ്റ്റോറി മുമ്പോട്ട് പോകുന്നത്. ഒരു കുഴപ്പമില്ലാത്തൊരു കഥ. ഇപ്പോൾ ഇങ്ങനൊരു ചിത്രം കമ്മിറ്റ് ചെയ്യുമ്പോൾ, കാരണം പണ്ടത്തെ പോലെ അല്ലല്ലോ, ടെക്നോളജി കുറേ വളർന്നു. ഇപ്പോൾ പണ്ടായിരുന്നു ഈ പറഞ്ഞ ഡയലോഗ് ഇല്ലെങ്കിൽ എക്സ്പ്രഷനുള്ള BGM-ിലൂടെയും മ്യൂസിക്കിലൂടെ ഒക്കെ കൺവേ ആവുന്നത്. ഇപ്പോൾ ഇത്രയും കാലങ്ങൾ വളർന്ന് ഇത്ര ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനൊരു സിനിമയ്ക്ക് എത്രത്തോളം റെലവൻസ് വരുന്നുണ്ട്? ഇല്ല, ഇത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാ ഫിലിംസും, വലിയ ഫിലിംസ് പോലും ആൾക്കാർ വെയിറ്റ് ചെയ്തിരുന്ന OTT കാണാൻ തുടങ്ങി അല്ലേ. സോ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. നല്ല സിനിമയാണെങ്കിൽ എല്ലാവരും കാണും.
അതാണ് എൻ്റെ. പിന്നെ ഉണ്ട് ചില നല്ല വലിയ സിനിമകളുണ്ടാവും, നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം തോന്നും. ചിലപ്പോൾ പടം മോശമായിരിക്കും, പക്ഷെ ഇപ്പോൾ ഒരു പാട്ടോ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഞാൻ അങ്ങനെ കാണുന്ന ആളാണ്. മോസ്റ്റ്ലി ഇപ്പോൾ റീസെൻ്റ് ഒരു സിനിമ കൊള്ളില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ആ സിനിമ കാണാൻ പോയി. അങ്ങനത്തെ ഒരു സോങ് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. പക്ഷെ അതെനിക്ക് ഭയങ്കര അത് മതി, നന്നായിരുന്നു തോന്നിയത്. സോ അങ്ങനെ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുന്ന സിനിമകളും ഉണ്ട്. വൈകിയെ സംബന്ധിച്ച് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാന്ന് പറയാം എങ്ങനെയായിരിക്കും ലൈഫ് എക്സ്പ്ലോർ എന്താണ് എന്നെ കണ്ടിട്ട് ചോദ്യം? അല്ല, ഓരോരുത്തർക്കും ഓരോ വിഷൻ ഉണ്ടാവില്ല. എൻ്റെ ലൈഫ് ഇങ്ങനെയാണ്, നമുക്കൊരു ചാർട്ട് ഉണ്ടാവും. എൻ്റെ ലൈഫിൽ ഇന്ന ഇതുപോലെ സാധിക്കണം, നമുക്കൊരു എക്സ്പ്ലോർ ചെയ്യണം, എൻ്റെ ട്രാവൽ ചെയ്യണം. അല്ല, ഇപ്പോൾ കുറേയൊക്കെ ഇപ്പം ഞാൻ കൊറോണ കഴിഞ്ഞതിന് ശേഷം ട്രാവൽ ചെയ്യാൻ തുടങ്ങി. അതിന് മുമ്പ് എനിക്ക് ഭയങ്കര മടിയായിരുന്നു. ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് എറണാകുളത്ത് തന്നെ ഞാൻ വളരെ ഷൂട്ടല്ലാണ്ട് വേറെ ഒന്നിനും ഞാൻ വരാറില്ല. ഇപ്പം അത് മാറി ട്രാവൽ ചെയ്തു. ഇപ്പം ഞാൻ ഈ വർഷം യൂറോപ്പിൽ പോയി, US പോയി. സോ ഒരു ചിന്താഗതിയിൽ ഒരു മാറ്റം മൊത്തത്തിൽ വന്നിട്ടുണ്ട് എനിക്ക്. അല്ല, ഇപ്പോൾ പൊതുവെ ഇങ്ങനെ ആക്ടേഴ്സ് ഒക്കെ പുറത്തു പോയി വരുമ്പോൾ ഒരു വലിയ മാറ്റമായിട്ടായിരിക്കും വരുന്നത്. അതെ, പുറത്തു പോയിട്ട് വരുമ്പോൾ നല്ല കടമൊക്കെ ആയിരുന്നു. കടമായിരുന്നു തിരിച്ചു വരുമ്പോൾ കടം മേടിച്ച് പോയിട്ട് വരേണ്ട അവസ്ഥയായിരുന്നു. അല്ല, അതിപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് യൂറോപ്പിന് പോയത്. അത് ഹോളിഡേയ്സ് ട്രിപ്പിനായിരുന്നു, ഗ്രൂപ്പ് ട്രിപ്പ്. അതൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നമ്മൾ എന്താ പറയുക, നമ്മൾ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ നമുക്ക് എല്ലാം ഇപ്പോൾ അസിസ്റ്റൻ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ എല്ലാം ചെയ്തു തരാൻ ആൾക്കാരുണ്ട്, ശരിയാണ്. പക്ഷെ ആ ഒരു ട്രിപ്പിന് എൻ്റെ പെട്ടി ഞാൻ തന്നെ എടുത്ത്, എനിക്കിപ്പോൾ ഇപ്പം കേൾക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര നിസ്സാരമായിട്ട് തോന്നും, പക്ഷേ 30 കിലോൻ്റെ പെട്ടിക്ക് ഓക്കെ, ഇത് 2 പെട്ടിയെ. ഈ 2 പെട്ടി എല്ലാ ഹോട്ടലും ചെക്കിനും ചെക്കൗട്ടും നമ്മൾ തന്നെ ചെയ്യണം. ഇത് ഗ്രൂപ്പ് ട്രിപ്പിന് ഇങ്ങനെ സംഭവം എനിക്കറിയില്ലായിരുന്നു. അവസാനത്തെ ദിവസമായപ്പോഴത്തേക്ക് നേരത്തെ എനിക്ക് അടുത്ത് വയ്യാണ്ടായി. പക്ഷെ അതും ഒരു എക്സ്പീരിയൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കണം. അത് എനിക്ക് ഹെൽപ്പ് ചെയ്തതെന്ന് വെച്ചാൽ US പോയപ്പോൾ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം നയാഗ്ര ഫോൾസ് കാണണം. US പക്ഷെ നയാഗ്ര കൊണ്ടുപോകാൻ ആളില്ല, പോകാൻ ആളില്ല. അവസാനം അവിടെ നിന്ന് കണ്ടുപിടിച്ച് ഇതുപോലെ ഒരു ഗ്രൂപ്പ് ട്രിപ്പിൽ ബസ്സിൽ കയറി അവിടെ എത്തി, അത് കണ്ടിട്ട് തിരിച്ചു. സോ ഒരിക്കലും ഈ ട്രിപ്പ് പോയില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ സംഭവം ചെയ്യില്ലായിരുന്നു. അപ്പം എല്ലാം ഒരു എക്സ്പീരിയൻസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സെറ്റിലെ എക്സ്പീരിയൻസ് എന്ന് പറയാം, കാരണം ഒരു പക്ക സീരിയസ് ആയിട്ട്. പക്ഷേ ഇതിനകത്തുള്ളവരൊക്കെ ആണെങ്കിൽ ഹിമയാണെങ്കിൽ ഭഗത്താണെങ്കിലും പക്ഷേ ഭയങ്കര അല്ല, പക്ഷേ സെറ്റ് കുറച്ച് സീരിയസ് ആയിരുന്നു. സാറ് കുറച്ച് സ്ട്രിക്റ്റ് ആണ്. അങ്ങനെ കോമഡി ഒന്നും പറയും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. സോ എല്ലാവരും സീരിയസ് ആയിട്ട് വന്ന് വർക്ക് തിരിച്ചു പോയി. പക്ഷേ ഞാൻ അവരുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു, നല്ല കമ്പനി ആയിരുന്നു. ഞാൻ ഹിമയാണെങ്കിലും അതായത് ഞാൻ ഭഗത്തുമായിട്ടുണ്ട്. ഇപ്പോഴും അത് മെയിൻറ്റെയിനും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനൊരു ചിത്രം ഇറങ്ങുവാണ്, അപ്പോൾ ഒരുപാട് പേർക്ക് കണക്റ്റ് ആവണമെന്നില്ല. കാരണം ചിലപ്പം ഇതിൻ്റെ മ്യൂസിക്കിലായിരിക്കും ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുക. എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് മ്യൂസിക്, എങ്ങനെ ആരാണ്? ഇതിൻ്റെ BGM നന്നായില്ലെങ്കിൽ പടം നന്നാവില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സോ നന്നായിട്ട് ഞാൻ പടം കണ്ടിട്ടില്ല കേട്ടോ, അതുകൊണ്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. നന്നായി വരട്ടെ. വൈകിയെ സംബന്ധിച്ച് ഒരു സിനിമ എക്സൈറ്റ് ചെയ്യുന്നത് എന്താണ്? എക്സൈറ്റ് ചെയ്യുന്നത് സ്റ്റോറി തന്നെയാണ്. സ്റ്റോറി കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ പുതിയതോ പഴയതോ ആക്ടേഴ്സ് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കും ആരാണ് ആക്ടേഴ്സ് എന്നുള്ളത്. അപ്പോൾ ഈ സിനിമയെ സംബന്ധിച്ച് എൻ്റെ ക്യാരക്ടർ ചെയ്യണമെങ്കിൽ എനിക്ക് ആരാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ന്യൂ കമർ ആണെങ്കിൽ ചിലപ്പോൾ ഞാനൊന്ന് ആലോചിച്ചായിരുന്നു. അല്ലാതെ ചെയ്യുമ്പോൾ സ്റ്റോറി തന്നെയാണ്. പിന്നെ ഡയറക്ടർ, ഞാൻ ജോർജ് സാറിൻ്റെ കൂടെ സലാം കാശ്മീർ അഭിനയിച്ചിട്ടുണ്ട്. ചെറിയ റോളാണ്, പക്ഷെ അത് ജോർജ് സാറായതുകൊണ്ട് മാത്രം ഞാൻ ചെയ്തതാണ്. 2 സീനുകളിലെങ്കിലും സാറിൻ്റെ പടത്തിൽ അഭിനയിക്കുക എന്നുള്ളത്. അതുപോലെ ഷാജി കൈലാസിന് കിങ് ആൻഡ് കമ്മീഷണർ അത്. പക്ഷെ അതുകൊണ്ടൊക്കെ എന്നാൽ ഞാൻ മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചു, സുരേഷ് കൂടെ അഭിനയിച്ചു, ജയറാമേട്ടനോട് അഭിനയിച്ചു, എല്ലാവരുടെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത് പടങ്ങൾ ഫ്ലോപ്പ് ആവുക വിജയിക്കുക എന്നുള്ളത് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ലല്ലോ. ഇപ്പോൾ നോർമലി എല്ലാവരും സിനിമയിൽ വരാനായിട്ടുള്ള കഷ്ടപ്പാടുണ്ടോ? പക്ഷേ എല്ലാവരും പറഞ്ഞ സിനിമ വരാൻ എളുപ്പമാണ്, പക്ഷെ നിലനിൽക്കാൻ എളുപ്പമാണ്. ബൈക്കിനെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നാമത് കുറച്ചൊക്കെ ഡിപ്ലോമാറ്റിക് ആയിട്ട് നിന്ന് പോകാൻ പഠിക്കണം. എനിക്ക് പൊതുവെ ഭയങ്കര ഓപ്പണായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തില്ല. ഇപ്പൊ കുറച്ചൊക്കെ ഒന്ന് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോഴും സ്ട്രഗിളിങ് തന്നെയാണ്. ഓഫ്കോഴ്സ് സ്ട്രഗിളിങ് ആണ്. അതൊരിക്കലും നമ്മള് പിന്നെ ഒരു കാര്യം ഇത് അതർ സൈഡ് ഉണ്ട്. ഇപ്പൊ ഈ ഇത്രയെങ്കിലും സിനിമയിലൊന്ന് തല കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എത്രയോ ആൾക്കാർ, അല്ലെങ്കിൽ ചെറിയൊരു റോള് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ ഞാൻ എടുത്ത് പറയുന്ന സിനിമയിൽ നമ്മൾ ഭയങ്കര വർക്ക് ചെയ്ത് അവർ പോകും. പക്ഷേ സിനിമ വരുമ്പോൾ ചിലപ്പോൾ അവരുണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ എത്രയോ കോടിക്കണക്കിന് ആൾക്കാരെ വെച്ച് ആഗ്രഹിക്കുന്ന ഒരു സിനിമയെങ്കിലും ഒരു സിനിമ നമുക്ക് ചെയ്യാൻ സാധിച്ചല്ലോ. അങ്ങനെയൊക്കെ പോസിറ്റീവായിട്ട് തിരിച്ച് മുമ്പോട്ട് പോകും. ഇപ്പം വൈകിയെ സംബന്ധിച്ച് എപ്പോഴും ചെയ്യുന്നത് നമ്മൾ സ്റ്റാർ മാജിക്കിൽ വന്നപ്പോഴാണെങ്കിൽ പെട്ടെന്ന് നോട്ട് ഇങ്ങനെ ഒരാളുണ്ട് എന്ന് ആളുകൾ നോട്ടീസ് ചെയ്യാനും ഫോളോവേഴ്സ് അങ്ങനെ ഇതായത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഷോ വേണ്ടി വന്നു വൈകിക്ക് എക്സ്പ്ലോർ ആവാൻ. അത് എനിക്കിപ്പോഴും ചിലപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്കിതൊരു മനസ്സിലായിട്ടില്ല അതെന്താ. ചിലപ്പോൾ സിനിമകൾ
ഇപ്പൊ ഈ പറഞ്ഞ സിനിമകൾ വിജയിക്കാതെ പോയത് കൊണ്ടാവാം, അല്ലെങ്കിൽ TV ഓഡിയൻസ് ആണ് കൂടുതൽ എന്നുള്ളത് ഞാനും അത് കഴിഞ്ഞ ശേഷം മനസ്സിലാക്കുന്നത്. അതിന് മുമ്പ് എനിക്കിത്ര അറിയില്ലായിരുന്നു. കാരണം നമ്മൾ ഇത് ഒരു ചെയ്യുന്നില്ലോ, TV ആണോ സിനിമയാണോ ആൾക്കാർ കാണുന്നതെന്ന് അറിയില്ല. പക്ഷെ എനിക്കത് TV ആണ് സിനിമയേക്കാൾ കൂടുതൽ ആൾക്കാർ കാണുന്നത്. പ്രത്യേകിച്ച് കൊറോണയുടെ സമയത്ത് നമ്മളെല്ലാം TV എടുത്തത്. അപ്പം അങ്ങനെയാണ് സ്റ്റാർ മാജിക്. പക്ഷെ അത് എനിക്കൊരു മോശമായിട്ട് തോന്നിയിട്ടില്ല. അതൊരു നല്ല കാര്യമല്ലേ. ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് എന്ത് മീഡിയത്തിൽ കൂടെ ആണെങ്കിലും അത് നല്ല കാര്യമാണ്. ഇപ്പോൾ നോർമലി വൈകിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ വേറെ ആക്ട്രസ് ആണെങ്കിൽ ഇങ്ങനെ മലയാളത്തിൽ അവസരം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നേരെ അതർ ലാംഗ്വേജ് ആയിരിക്കും. പ്രത്യേകിച്ച് വൈകി ചെന്നൈയിലൂടെയാണ് ഒരു അതർ ലാംഗ്വേജ് കൂടുതൽ പ്രിഫർ ചെയ്യുക. അവിടെയും കുറച്ചുകൂടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, കുറച്ചുകൂടെ വൈഡോ ഇതാണ്. വൈകി എന്തുകൊണ്ട് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കിയത്? ഞാനിപ്പോൾ 2 സിനിമ തമിഴിൽ ചെയ്തിട്ടുണ്ട്. ഒരു സിനിമ യോഗി ബാബുവിൻ്റെ കൂടെയാണ്, അത് ഏപ്രിലിൽ റിലീസാണ്. വേറൊരു സിനിമ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 2 സിനിമ റിലീസിനുണ്ട്. പിന്നെ ഒരു സീരിയൽ ചെയ്തായിരുന്നു ഞാൻ, അമ്മ എന്ന് പറഞ്ഞിട്ട്. അതിൽ മറ്റേ നാഗിൻ്റെ ക്യാരക്ടറായിരുന്നു. അത് ഏകദേശം 1 വർഷം ഉണ്ടായിരുന്നു. അത് നല്ല രസമായിരുന്നു. ഇപ്പം തമിഴിൽ ചെയ്തിട്ടുണ്ട്, അത് ഇങ്ങോട്ട് അറിയാത്തതുകൊണ്ട്. ശരിക്കും ബെറ്റർ അവിടെയാണെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഇൻഡസ്ട്രി വൈസ് ആണെങ്കിൽ എനിക്ക് അങ്ങനെ വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല. ഇപ്പോൾ ഇവിടെ വരുമ്പം വീട്ടിൽ വരുന്ന ഒരു എഫക്റ്റ് അത്രേ ഉള്ളൂ, വ്യത്യാസം തോന്നിയിട്ടുള്ളൂ. എനിക്ക് ഇല്ല, വ്യത്യാസമൊന്നും ഇല്ല. അങ്ങനെയല്ല ഒന്ന് തന്നെ. വൈകി ഇനി വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഇതേപോലത്തെ ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു ജോണർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സിനിമ എന്തായിരിക്കും? ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഒരു ഹോംലി ക്യാരക്ടർ ചെയ്യണമെന്നാണ്. കാരണം ഇപ്പോൾ എല്ലാം വരുന്നതെല്ലാം മോഡേണായി. പണ്ട് നേരെ തിരിച്ചായിരുന്നു. അതായത് 14 മുമ്പ് ചെയ്തെല്ലാം ഹോംലി ക്യാരക്ടേഴ്സ് ആയിരുന്നു. ഇപ്പം നേരെ തിരിച്ച് എല്ലാം മോഡേണാണ്. ആർക്കും വേണ്ട, ഹോംലിയായിട്ട് വിളിക്കുന്നില്ല. സോ അങ്ങനെ ഒരു നാടൻ സംഭവത്തിലേക്ക് ഓർമ്മ ഏതെങ്കിലും ഒരു സിനിമയിൽ ചെയ്യണമെന്നുണ്ട്. ശരിക്കും അല്ലാതെ ഇഷ്ടംപോലെ ആഗ്രഹങ്ങളുണ്ട്. അതൊരു നോക്കാം. അല്ല, ശരിക്കും സിനിമയിൽ അങ്ങനെ ഒരു കുഴപ്പമായിട്ട് തോന്നുന്നത്, അതായത് ഒരു ആക്ട്രസ് അല്ലെങ്കിൽ ഒരു കുഴപ്പമാണോ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഈ നല്ല ഡയറക്ടേഴ്സിന് നമ്മൾ കാണുമ്പോൾ അറിയാൻ പറ്റും ഈ ക്യാരക്ടർ ചെയ്യാൻ പറ്റുമോ. അല്ലെങ്കിൽ ഇപ്പോൾ ഉർവശേഷൻ എന്തോരം ക്യാരക്ടേഴ്സാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഓഫ്കോഴ്സ് ചേച്ചിക്ക് ടാലൻ്റ് ഉണ്ട്. പക്ഷെ ഇപ്പോൾ ഒരേ പടത്തിൽ എനിക്ക് തോന്നുന്നത് ഒരു പാവം മറ്റേ ഭാര്യയായിട്ടും അങ്ങനെ തന്നെ ഓപ്പോസിറ്റ് ഒരു കുശുമ്പായിട്ടുള്ള ഭാര്യ, അത് ഭയങ്കര ഡിഫറൻസ് ആണ് ചെയ്യുമ്പോൾ. അത് ഡയറക്ടേഴ്സിനെ കൂടെ ചോയ്സാണ്. കാരണം ഓക്കെ, ഇപ്പം എന്നെ കാണുമ്പം ഞാൻ ഒരു ഇതൊക്കെ വെച്ചിട്ട് ഒരു ഹോംലി ആയിട്ട് വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അറിയാനുള്ളൊരു ഇത് സെൻസ് ഡയറക്ടറിനോട് വേണം. എപ്പോഴും സിനിമയുടെ മറുഭാവം ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് ടെക്നിക്കലായിട്ടൊന്ന് നോക്കണം, അങ്ങനെ എപ്പോഴും തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ ജോസ് സാർ വിളിച്ചതാ അസിസ്റ്റന്റ് ആയിട്ട്. പക്ഷെ എനിക്ക് ആ സമയത്ത് പേടിയായിരുന്നു പോയി ജോസ് സാർ. അല്ല, നമുക്ക് ആർക്കെങ്കിലും ജോസ് സാറ് അസിസ്റ്റന്റ് ചീത്ത പറയാനൊരു ടെൻഷൻ. പക്ഷെ ഇപ്പം എനിക്ക് തോന്നി അന്ന് ചെയ്യേണ്ടതായിരുന്നു, കുറച്ചും കൂടി ടെക്നിക്കൽ സൈഡ് പഠിക്കായിരുന്നു. ബട്ട് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. ആദ്യം ഈ പണി പഠിക്കുക, എന്നിട്ടല്ലേ ബാക്കി പണി. അപ്പോൾ നോർമലി ഇപ്പോൾ സിനിമകൾ ഇപ്പോൾ അടുപ്പിച്ച് ഡിസംബറാണ്, ഇപ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് സിനിമകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയ വലിയ സിനിമകളും വരുന്നുണ്ട്. ആ കൂടത്ത് നീലരാത്രി എന്ന സിനിമയും കൂടെ എക്സൈറ്റ് ആണോ പേടിയാണോ? രണ്ടും ഉണ്ട്. പക്ഷേ ഇതിൽക്കൊക്കെ കൂടുതൽ സന്തോഷമാണ്. കാരണം എത്ര വർഷം കഴിഞ്ഞിട്ടാണ് സിനിമയുടെ റിസൾട്ട് സെക്കൻഡറി അല്ലേ. നമ്മുടെ ഒരു സിനിമ തിയേറ്ററിൽ എത്തുന്നുള്ളതാണ് ഫസ്റ്റ് സന്തോഷം. അത് കഴിഞ്ഞിട്ടുള്ളത്. മലയാളത്തിലേക്ക് പുതിയ കഥകൾ സ്റ്റോറീസ് ഒന്നും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അങ്ങനെയൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഞാൻ തമിഴ്നാട് താമസിക്കുന്നുണ്ട്, അവിടെയുള്ള ആൾക്കാർ നമ്മുടെ സിനിമയുടെ ഭയങ്കര ഫാൻസാണ്. ഓരോ സിനിമ കണ്ടിട്ട് എന്നോട് ചോദിക്കും ആ സിനിമ കണ്ടോ, ഈ സിനിമ കണ്ടോ. അവരെ സംബന്ധിച്ച് ക്ലാസ് സിനിമകൾ മലയാളത്തിലാണ്. സോ നമുക്കാർക്കും ചിലപ്പോൾ തോന്നുന്നത് ഇവിടെ നല്ല സിനിമകൾ ഇറങ്ങുന്നില്ല. പക്ഷെ ഒരുപാട് സിനിമകൾ നല്ലത് വരുന്നുണ്ട്. അപ്പം സിനിമ പ്രേക്ഷകരിലേക്ക് എത്തുവാണ്. പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഇതിൻ്റെ ജയം പരാജയം ഒന്നും എനിക്ക് അറിയില്ല. പക്ഷെ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അഭിപ്രായം അറിയിക്കണം. താങ്ക് യു. അപ്പോൾ തീർച്ചയായും ഒരുപാട് സിനിമകൾ ഇനി വരട്ടെ. മലയാള സിനിമ ഞങ്ങൾക്ക് തുടർച്ചയായി കാണാൻ സാധിക്കട്ടെ. നീലരാത്രി വലിയൊരു വിജയമാകട്ടെ. അത്ര സമയം ഞങ്ങൾക്ക് താങ്ക് യു സോ മച്ച്.